Okay, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമിനോഗ്ലൈക്കോസൈഡ്സ് ആണ് കേട്ടോ. സോ അമിനോഗ്ലൈക്കോസൈഡ്സ് എന്താണ്? നമ്മളിപ്പം ഒരുപാട് കാറ്റഗറി ഓഫ് ആന്റിബയോട്ടിക് കാറ്റഗറി പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് അമിനോഗ്ലൈക്കോസൈഡ്സ്. ഓക്കെ, സോ അമിനോ ഷുഗേഴ്സ് ഉള്ള ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആന്റിബയോട്ടിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി വിൽ കോൾ ബൈ ദ നെയിം അമിനോഗ്ലൈക്കോസൈഡ്സ്. അമിനോ ഷുഗേഴ്സ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അമിനോഗ്ലൈക്കോസൈഡുകൾ എന്ന് വിളിക്കുന്നത്. സ്ട്രെപ്റ്റോമൈസസ് സ്പീഷീസ് നിന്നാണ് നമുക്ക് അമിനോഗ്ലൈക്കോസൈഡ്സ് കിട്ടുന്നത്. സോ സ്ട്രെപ്റ്റോമൈസിസിൽ നിന്ന് കിട്ടുന്നതാണ് സ്ട്രെപ്റ്റോമൈസിൻ, കെനാമൈസിൻ, ട്രോബ്രാമൈസിൻ ആൻഡ് നിയോമൈസിൻ. ദെൻ മൈക്രോ സ്പോറൈസ്, ജെന്റാമൈസിൻ, സിസോമൈസിൻ. സെമി സിന്തറ്റിക് ആണ് അമിക്കാസിൻ, നെറ്റിമൈസിൻ ഒക്കെ. ദെൻ സം കോമൺ പ്രോപ്പർട്ടീസ് പറഞ്ഞു തരാം. All aminoglycosides have the following properties. ഏതൊക്കെയാണ്? All are bactericidal. They are not absorbed. So we have to given it parenterally. Orally absorb ചെയ്യില്ല, അതുകൊണ്ട് parenterally മാത്രമേ ഈ ഡ്രഗ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. They act by inhibiting protein synthesis. Protein synthesis ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? പർട്ടിക്കുലർ ആയിട്ടുള്ള ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ്. അതും 30 years സബ് യൂണിറ്റിലാണ് ഇൻഹിബിഷൻസ് സംഭവിക്കുന്നത്. ദെൻ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിനോടാണ് ആക്ടിവിറ്റി കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഗ്രാം പോസിറ്റീവ് കവറേജ് ഇല്ല എന്നല്ല പറയുന്നത്. കൂടുതലായിട്ടും ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിനോടാണ് മെയിൻലി ഇഫക്റ്റീവ്. ഓക്കെ, സോ സ്ട്രെപ്റ്റോമൈസസ് സ്പീഷീസ് ആണ്. ബാക്ടീരിയസിൽ ഓറലി അബ്സോർബ് ചെയ്യില്ല, പേരന്ററിയെ കൊടുക്കുകയുള്ളൂ. ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിനോടാണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓട്ടോടോക്സിറ്റി, നെഫ്രോടോക്സിറ്റി, ന്യൂറോ മസ്കുലർ ബ്ലോക്കേഡ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ആന്റി ബാക്ടീരിയൽ സ്പെക്ട്രം. ഓക്കെ, സോ അമിനോഗ്ലൈക്കോസൈഡ്സിന് ഒരു നാരോ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ആണ് ഉള്ളത്. മെയിൻലി ദേ ആർ ഇഫക്റ്റീവ് അഗൈൻസ്റ്റ് എയ്റോബിക് ഗ്രാം നെഗറ്റീവ് ബാസിലേവം, ഈക്കോളൈ, പ്രോട്ടിയസ്, സ്യൂഡോമോണസ് പോലെയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ബാസിലയോടാണ് സ്ട്രെപ്റ്റോമൈസിൻ നമുക്ക് ആക്റ്റീവ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. So they are active against gram negative E. coli, protease, then pseudomonas ഒക്കെ examples ആണ്. And they are bactericidal in action. അവരുടെ ആക്ടിവിറ്റി എന്താണ്? They are bactericidal in nature. അവരെ bactericidal nature ആണ്. Okay, so bactericidal effect നമുക്ക് പ്ലാസ്മയിലുള്ള വാല്യൂ കുറയുമ്പോൾ നമുക്ക് എന്തില്ല? ബാക്ടീരിയസിഡൽ ഇഫക്റ്റ് ഇത് തരാനായിട്ട് സാധിക്കും. സോ പ്ലാസ്മ ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ബാക്ടീരിയസിഡൽ ഇഫക്റ്റ് തരാനായിട്ട് ഇതിന് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ പോസ്റ്റ് ആന്റിബയോട്ടിക് ഇഫക്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. Residual bactericidal effect even if plasma level falls. Okay, so aminoglycoside ഒരു ബാക്ടീരിയസിഡൽ ഡ്രഗ് ആണ്. ഈവൻ പ്ലാസ്മ ലെവൽ കുറഞ്ഞിരുന്നാൽ പോലും അമിനോഗ്ലൈക്കോസൈഡ് എന്ത് ചെയ്യും? അമിനോഗ്ലൈക്കോസൈഡ്സ് നമ്മുടെ ബാക്ടീരിയയെ കോൺസെൻട്രേഷൻ കുറഞ്ഞാലും കില്ല് ചെയ്തോണ്ടേ ഇരിക്കും. മനസ്സിലായോ? ആ ഇഫക്റ്റിനെയാണ് പോസ്റ്റ് ആന്റിബയോട്ടിക് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ വൺസ് ഡെയിലി ഡോസ് കൊടുത്താൽ അത് ഇനഫ് ആയിരിക്കും. ഓക്കെ, 30 years റൈബോസോമൽ സബ് യൂണിറ്റിനോടാണ് അത് ആക്റ്റീവ് ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബൈൻഡ് 30 years sub unit which will inhibit initiation of bacterial protein synthesis. This inhibition will cause termination of protein synthesis, addition of incorrect amino acid, and leads to synthesis of abnormal proteins which lead to lethal effect to the bacteria. Aminoglycoside 30 years sub unit act ചെയ്യുന്നു, പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, പ്രോട്ടീൻ സിന്തസിസ് ടെർമിനേറ്റ് ചെയ്യുന്നു. അതേപോലെ റോങ് അമിനോ ആസിഡിന്റെ അഡീഷൻ.
ഇൻഹിബിഷൻ ഓഫ് പ്രോട്ടീൻസ് ബാക്ടീരിയസിഡൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് അമിനോഗ്ലൈക്കോസൈഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അമിനോഗ്ലൈക്കോസൈഡ് റെസിസ്റ്റൻസ്. ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ടു അമിനോഗ്ലൈക്കോസൈഡ് 3 രീതിയിലാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ബാക്ടീരിയൽ എൻസൈമുകൾ ഈ ഡ്രഗിനെ ഇനാക്ടിവേറ്റ് ചെയ്താൽ. 2, ബാക്ടീരിയൽ സെല്ലിന്റെ അകത്തേക്ക് ഈ ഡ്രഗ് എൻട്രി തടയുക. 2, ഈ റൈബോസോമൽ സബ് യൂണിറ്റിനോടുള്ള അതിന്റെ അഫിനിറ്റി കുറയുക. അമിനോഗ്ലൈക്കോസൈഡ് 3 രീതിയിലാണ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. ഒന്ന്, ബാക്ടീരിയൽ എൻസൈമിനെ ഇനാക്ടിവേറ്റ് ചെയ്യുക, ബാക്ടീരിയൽ സെല്ലിനോടുള്ള അതിന്റെ എൻട്രി ഡിക്രീസ് ചെയ്യിക്കുക, റൈബോസോമിനോടുള്ള അഫിനിറ്റി കുറയ്ക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഫാർമക്കോകൈനറ്റിക്സ്. അമിനോഗ്ലൈക്കോസൈഡ്സ് ഗട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഇഞ്ചക്ഷൻ ആയിട്ട് പേരൻട്രൽ ആയിട്ടാണ് കൊടുക്കണം. IM ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുത്താലോ പീക്ക് ലെവലിൽ കിട്ടും. പ്ലാസ്മ പ്രോട്ടീൻസിനോട് ഇത് ബൈൻഡ് ചെയ്യില്ല. സെൽസിലേക്കും സെൽ ബാരിയേഴ്സിലേക്കും ക്രോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഇതിനില്ല. കംപ്ലീറ്റ് ആയിട്ടും ഇത് കിഡ്നിയിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഫാർമക്കോകൈനറ്റിക്സ്. ഓറൽ അബ്സോർപ്ഷൻ ഇല്ല. അബ്സോർപ്ഷൻ പരമപ്രധാനമായിട്ടും പേരന്റൽ റൂട്ടിൽ കൂടെ ആയിരിക്കും ഉണ്ടാവുക. അഡ്വേഴ്സ് ഇഫക്ട് എന്തൊക്കെയാണ്? ഓട്ടോടോക്സിറ്റി, നെഫ്രോടോക്സിറ്റി ആൻഡ് ന്യൂറോ മസ്കുലർ ബ്ലോക്കേഡ്. ഓക്കെ, 8th നെർവിന് ഡാമേജ് സംഭവിക്കുന്നത് കൊണ്ടാണ് ഓട്ടോടോക്സിറ്റി. ലോ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്, ആൽബുമിനോറിയ ആൻഡ് യൂറിൻ കോൺസെൻട്രേഷൻ ആണ് നെഫ്രോടോക്സിറ്റി. ദെൻ ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ് ആണ് ക്യുറാർ ലൈക്ക് ഇഫക്റ്റ് ആൻഡ് ബ്ലോക്കേഡ് ഓഫ് ന്യൂറോമസ്കുലർ transmission. Okay, next is infection can cause gram negative bacterial infection ഉണ്ടാകും. Then bacterial endocarditis, gentamicin, penicillin combinations പൊതുവെ ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസിന് യൂസ്ഫുൾ ആണ്. Then tuberculosis എന്തൊക്കെയാണ്? സ്ട്രെപ്റ്റോമൈസിൻ, കനാമൈസിൻ. Then plaque, ബ്രൂസിലോസിസ് ആൻഡ് ടുലാറീനിയ. ടോപ്പിക്കലി സ്കിന്നില്, ഐയില്, ഇയർ ഇൻഫെക്ഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ജെൻഡാമൈസിൻ ആണ് പൊതുവെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കാറ്. ജെൻഡാമൈസിൻ ഇയർ ഇൻഫെക്ഷൻസിനൊക്കെ ഡ്രോപ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. നെക്സ്റ്റ് സ്ട്രെപ്റ്റോമൈസിൻസിനെ പറ്റി ഫോക്കസ് ചെയ്ത് പറയാം. സ്ട്രെപ്റ്റോമൈസസ് ബ്രിസിയസ് എന്നാണ് നമുക്ക് അതിനെ കിട്ടുന്നത്. ഏതാണ് അതിന്റെ നമുക്ക് എവിടെ നിന്നാണ് ഡെറൈവ് ചെയ്യാൻ പറ്റുന്നത്? സ്ട്രെപ്റ്റോമൈസസ് ബ്രിസിയസ്. ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ട്യൂബർകുലോസിസ്. കോമൺ പ്രോപ്പർട്ടീസ് അമിനോഗ്ലൈക്കോസൈഡിന്റെ പോലെ തന്നെയാണ്. അടുത്തതാണ് കനാമൈസിൻ. സ്ട്രെപ്റ്റോമൈസസ് കനാമൈസെറ്റിസ് എന്നാണ് നമുക്ക് ആ പർട്ടിക്കുലർ ആന്റി അമിനോഗ്ലൈക്കോസൈഡ് കിട്ടുന്നത്. ഇഫക്റ്റീവ് എഗൈൻസ്റ്റ് സെവറൽ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം. ഈ കോളായി, എം ട്യൂബർകുലോസിസ്, സാൽമണല്ല, ഷിജില്ല മുതലായ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിനോട് കനാമൈസിൻ ഇഫക്റ്റീവ് ആണ്. ബാക്ടീരിയസിഡൽ ഇഫക്റ്റ് ഉണ്ട്. ഓറലി ഇൻഇഫക്റ്റീവ് ആണ്. ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസിന് കൊടുക്കാം. കിഡ്നിയിൽ കൂടെയാണ് അത് ഫിൽട്ടർ ചെയ്ത് പോകുന്നത്. അഡ്വേഴ്സ് റിയാക്ഷൻസ്, ഓട്ടോടോക്സിറ്റി ഉണ്ടാകുന്നത് 8th നെർവിൽ ഉണ്ടാകുന്ന ഡാമേജ് കൊണ്ടാണ്. ദെൻ റീനൽ ഡാമേജ് ഉണ്ടാക്കുന്നു. ക്യുറാറിമറ്റിക് ആക്ഷൻ അല്ലെങ്കിൽ സ്കെൽട്ടൽ മസിൽസിലും സ്ട്രെപ്റ്റോമൈസിന് ആക്ഷൻ ഉണ്ട്. ഓക്കെ, എവിടെയൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറിനറി ട്രാക്റ്റിൽ ഉപയോഗിക്കാം, റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉപയോഗിക്കാം, ട്യൂബർകുലോസിസിന് ഉപയോഗിക്കാം. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ജെൻഡാമൈസിൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ കനാമൈസിൻ പറഞ്ഞു, സ്ട്രെപ്റ്റോമൈസിൻ പറഞ്ഞു. ഇവർ രണ്ടുപേരെ പറ്റി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് അമിനോഗ്ലൈക്കോസൈഡ് റെസിസ്റ്റൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാണ് ക്യുറാർ ലൈക്ക് ഇഫക്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ, ഇവ ഹെക്സാക്യുറോണിയം, പാൻകുറോണിയം എന്നൊക്കെ പറയുന്ന ഏജൻസ് എന്താ? മസിൽ റിലാക്സൻസ്. അപ്പം ക്യുറാർ ലൈക്ക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ പാരാലിസിസ് ഉണ്ടാക്കാൻ എബിലിറ്റി ഉള്ളവരെയാണ് നമ്മൾ ക്യുറാർ ആക്ടിവിറ്റി, ക്യുറാർ ലൈക്ക് ആക്ഷൻ എന്നൊക്കെ പറയുന്ന മസിൽ പാരാലിസിസ് ഉണ്ടാക്കുന്നവരെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ജെൻഡാമൈസിൻ. ജെൻഡാമൈസിൻ എന്താണ്? അമിനോഗ്ലൈക്കോസൈഡ് ആണ്. എവിടുന്നാണ് കിട്ടുന്നത്? മൈക്രോമോണോസ്പോറ പെർപ്യൂര. സോ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് MI ആണ്. ഇറ്റ് ഈസ് ഇഫക്റ്റീവ് എഗൈൻസ്റ്റ് E. coli, Pseudomonas, Proteus, Salmonella, bactericidal effect ആണ്. It acts by inhibiting protein synthesis. Okay, gentamicin oral absorption ഇല്ല. ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആണ് നമ്മൾ പൊതുവെ ജെൻഡാമൈസിന് കൊടുക്കുന്നത്. CNS ലേക്കോ CSF ലേക്കോ അതിന്റെ ഇല്ല,
പെനിട്രേറ്റ് ചെയ്യില്ല. ക്ലിയറൻസ് ഈസ് ത്രൂ യൂറിൻ, ത്രൂ ഗ്ലോമുലർ ഫിൽട്രേഷൻ അകത്തൂടെയാണ് അത് എലിമിനേറ്റ് ചെയ്യുന്നത്. സ്കിൻ റിയാക്ഷൻ, ഫോട്ടോ സെൻസിറ്റൈസേഷൻ ഓൺ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ, റീനൽ ഡാമേജ് ആൻഡ് പേരന്റൽ അഡ്മിനിസ്ട്രേഷൻ. സോ യൂസ് എന്തൊക്കെയാണ്? റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, സ്യൂഡോമോണസ് ഇൻഫെക്ഷൻ, മെനിഞ്ചൈറ്റിസ് ആൻഡ് സാബ്. അമിക്കാസിൻ എന്താണ്? സെമി സിന്തറ്റിക് അമിനോഗ്ലൈക്കോസൈഡ് ആണ്. ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി, അഡ്വേഴ്സ് റിയാക്ഷൻസ് എല്ലാം കാനാമൈസിനോട് ഈക്വലന്റ് ആണ്. അമിക്കാസിൻ എന്ന് പറയുന്നത് സ്യൂഡോമോണസിനോട് highly effective ആണ്. Neomycin is an antibiotic obtained from Streptomyces praedae. Okay, neomycin from Streptomyces praedae. Amikacin is semi-synthetic. Gentamicin is from Micromonospora purpura. Kanamycin is from Streptomyces canamyceticus. Streptomycin is from Streptomyces griseus. Then gastrointestinal tract എന്നുള്ള അതിന്റെ ആക്ടിവിറ്റി നിയോമൈസിന് കുറവാണ്. ഓക്കെ, സോ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനോടാണ് ആക്ടിവിറ്റി കൂടുതലായിട്ടുള്ളത്. ഇൻഡസ്റ്റൈനൽ ആന്റിസെപ്റ്റിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം നിയോമൈസിൻ കൊടുക്കുന്ന സമയം ഉണ്ടല്ലോ, ഈ ആന്റിബയോട്ടിക് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോകത്തില്ല. കുറെ നേരം ഇത് എന്ത് ചെയ്യും? ആ GI ട്രാക്റ്റിൽ നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻഡസ്റ്റൈനൽ അബ്സോർപ്ഷൻ, GI ട്രാക്റ്റിൽ അബ്സോർപ്ഷൻ കുറവുള്ള ഡ്രഗുകൾ കൂടുതലായിട്ട് നമുക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാം. സോ ഇൻഡസ്ട്രിയൽ ആന്റിസെപ്റ്റിക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ഓൺ സ്കിൻ ആൻഡ് ഐസിന് പറ്റും. ഓട്ടോടോക്സിറ്റി, നെഫ്രോടോക്സിറ്റി ആണ് കോമൺ ആയിട്ട് കാണാറുള്ളത്. ഇൻഡസ്ട്രിയൽ ആന്റിസെപ്റ്റിക് ആയിട്ട് കാണാറുണ്ട്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഡ്യൂ ടു പാത്തോജനിക് E. coli. Next one is Framycetin. Framycetin is from Streptomyces decaris. ആന്റിബാക്ടീരിയൽ ആക്ടിവിറ്റിയും ടോക്സിറ്റി എല്ലാം നിയോമൈസിനോട് സിമിലർ ആണ്. GI ട്രാക്റ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നില്ല. സ്കിന്നിൽ ലോക്കൽ ഇഫക്റ്റും GI ട്രാക്റ്റിലും ഇഫക്റ്റ് ഉണ്ടാക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് പരോമൈസിൻ. പരോമൈസിൻ കിട്ടുന്നത് സ്ട്രെപ്റ്റോമൈസസ് റിമോസസ്. ആന്റിബാക്ടീരിയൽ ആക്ടിവിറ്റി നിയോമൈസിനോട് സിമിലർ ആണ്. എൻഡമീബ ഹിസ്റ്റോളിക്കോട് ആക്റ്റീവ് ആണ്. GI ട്രാക്റ്റിൽ നിന്ന് കുറച്ചേ അബ്സോർബ് ചെയ്യുകയുള്ളൂ. സോ ക്രോണിക് അമീബിക് ഡിസെൻട്രി അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ഓഫ് ദ ബവലിനൊക്കെയാണ് നമ്മൾ പരമോമൈസിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അമീബിക് ഡിസെൻട്രിക്ക് ഉപയോഗിക്കുന്ന ഏതാണ്? പരമോമൈസിൻ. ബവൽസ് സ്റ്റെറിലൈസ് ചെയ്യാനും അമീബിക് ഡിസെൻട്രിക്ക് ഒക്കെ ഉപയോഗിക്കുന്നതാണ് പരമോമൈസിൻ. നെക്സ്റ്റ് ഈസ് മിസലേനിയസ് ആന്റിബയോട്ടിക്. അതാണ് കോളിസ്റ്റീൻ, പോളിമിക്സിൻ, സൈക്ലോസെറിൻ. മിസലേനിയസിന്റെ പ്രത്യേകത എന്താ? മിസലേനിയസ് ഒരു കാറ്റഗറിയിലും പെടുന്നില്ല. അവരാണ് മിസലേനിയസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ എവിടുന്നാ കിട്ടുന്നത്? എയറോബാസിലസ് പോളിസ്റ്റിനസിൽ നിന്നാണ് കിട്ടുന്നത്. ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം, സ്യൂഡോമോണസ്, E. coli, ഷിജില്ലയോടൊക്കെ ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഷിജില്ല, സ്യൂഡോമോണസ്, E. coliയോട് ആക്റ്റീവ് ആണ്. ബാക്ടീരിയസിഡൽ, ബാക്ടീരിയോസ്റ്റാറ്റിക് ലോ കോൺസെൻട്രേഷനിൽ പഠിച്ചതാണ് മാക്രോലൈഡ് ആന്റിബയോട്ടിക്. ഇതെല്ലാം ബാക്ടീരിയസിഡൽ ആണ്. Significantly absorbed from GI. It is administered by intramuscular injection. Entry into CSF is poor. Even meningeal inflammation undengiലും. Adverse reaction is pain at the site of injection, skin rash and renal damage. Next is polymyxin. Polymyxin എന്ന് പറഞ്ഞാൽ എന്താ? Bacillus polymyxin ആണ് അതിന്റെ എന്താ ആന്റിബയോട്ടിക്. പോളിമിക്സിൻ കിട്ടുന്നത് Bacillus polymyxa കമ്പൈൻ ചെയ്യുമ്പോഴാണ്. പോളിമിക്സിൻസ് ആർ പോളിപെപ്റ്റൈഡ്. പോളിമിക്സിൻ ബി എന്ന് പറയുന്നത് പോളിമിക്സിൻ എന്ന് തന്നെയാണ് കോമൺലി അറിയപ്പെടുന്നത്. ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി, അബ്സോർപ്ഷൻ, ടോക്സിറ്റി. പോളിമിക്സിൻ എന്ന് പറയുന്നത് കോളിസ്റ്റിനോട് സിമിലർ ആണ്. സൈക്ലോസെറിൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? ട്യൂബർക്കുലോസിസ്. ഉറവിടം എവിടെയാണ്? സ്ട്രെപ്റ്റോമൈസസ് ആർക്കിഡിയേസിയസ്. ഓക്കെ, സോ നെക്സ്റ്റ് കാറ്റഗറി നോക്കാം. ബ്രോഡ് സ്പെക്ട്രം. ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാം നെഗറ്റീവിലും ഗ്രാം പോസിറ്റീവിലും ഉപയോഗിക്കാൻ സാധിക്കണം. ഓക്കെ, സോ റിക്കറ്റ്സിയ, ക്ലമിഡിയ, ആക്ടിനോമൈസസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റണം. സോ ക്ലോ ടെട്രാസൈക്ലിൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം സ്ട്രെപ്റ്റോമൈസസ് ഔറോഫേഷ്യൻസ്. സോ ടെട്രാസൈക്ലിൻസ് ആണ് പറയുന്നത്. ടെട്രാസൈക്ലിൻസ് ബ്രോഡ് സ്പെക്ട്രം ആണ്. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്, ക്ലമിഡിയ, ദെൻ റിക്കറ്റ്സിയ, ആക്ടിനോമൈസസിനൊക്കെ ആക്റ്റീവ് ആണ്. ക്ലോ ടെട്രാസൈക്ലിൻ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോമൈസസ് ഔറോഫേഷ്യൻസ് ആണ്. ഓക്സി ടെട്രാസൈക്ലിൻ എന്ന് പറയുന്നത്
Streptomyces rhamnosus example ആണ്. Tetracycline is obtained from catalytic hydrogenation of chlortetracycline. Okay, tetracycline നമുക്ക് കിട്ടുന്ന എന്തിൽ നിന്നാണ്? Catalytic hydrogenation of chlortetracycline. Chlortetracycline കാറ്റലിറ്റിക് അത് എൻസൈമിന്റെ സഹായത്തോടു കൂടി ഹൈഡ്രോജനേഷൻ ചെയ്യുമ്പോഴാണ് ക്ലോർടെട്രാസൈക്ലിൻ നമുക്ക് ടെട്രാസൈക്ലിൻ കിട്ടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കെമിസ്ട്രിയാ പറയാൻ പോകുന്നത്. ഒരു നാഫ്തലീൻ ഡെറിവേറ്റീവ് ആണ് ടെട്രാസൈക്ലിൻ. മെയിൻലി പോളിഹെക്സിൻ റാഡിക്കൽസ് ഉണ്ട്. ന്യൂമോകോക്കൈ, ഗോണോകോക്കൈ, എച്ച് ഇൻഫ്ലുവൻസ, എച്ച് പെർട്ടൂസിസ്, എച്ച് ഡുക്രൈ, ബ്രൂസിലിയോടൊക്കെ ആക്റ്റീവ് ആണ്. ഈ കോളൈ, എയ്റോബാക്ടർ, സാൽമണല്ല, ഷിജിലിയോടൊക്കെ മീഡിയം ആയിട്ട് ആക്റ്റീവ് ആണ്. ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്ലാമിഡിയ ഓർഗാനിസം ആണ് സിറ്റോകോസിസ്, ട്രക്കോമ, ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസ്, ഗ്രാനുലോമ, വെനീറം. ദെൻ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടോസോവ ഈസ് ഈ ഹിസ്റ്റോളിക്ക. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ക്ലാമിഡിയ ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ, ഗ്രാം നെഗറ്റീവ്, ഗ്രാം പോസിറ്റീവ്, ഇവിടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലോർടെട്രാസൈക്ലിനെ ഹാലോജനേറ്റ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഹൈഡ്രോജനേഷൻ ചെയ്യുന്ന, കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ചെയ്യുന്ന ടെട്രാസൈക്ലിന് ഉപകാരമുണ്ട്. ദെൻ മെക്കാനിസം, ടെട്രാസൈക്ലിൻസ് ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. ഇവരെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇൻഹിബിഷൻ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ബൈ ബൈൻഡിങ് ടു 30S റൈബോസോംസ്. അപ്പൊ ഇതെന്ത് ചെയ്യും? അമിനോ അസൈൽ tRNA ടു mRNA റൈബോസോമൽ കോംപ്ലക്സിനെ ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുവഴി പ്രോട്ടീൻ സിന്തസിസ് തടയുന്നു. അപ്പം സ്ട്രെപ്റ്റോമൈസിനും 30S സബ് യൂണിറ്റ് ആണ്, ടെട്രാസൈക്ലിനും 30S സബ് യൂണിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് first mechanism, inhibition of protein synthesis by binding to 30S subunit. Next, chelation of cation like calcium and magnesium. Then interference with the phosphorylation of glucose. Next, pharmacokinetics. Tetracyclines GI tract നല്ലതുപോലെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. They chelate cations like calcium, magnesium, അലൂമിനിയത്തിനെയൊക്കെ ചിലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ മിൽക്ക് ആൻറ്റാസിഡ് കൊടുക്കുമ്പോൾ ടെട്രാസൈക്ലിൻ കൂടെ കൊടുക്കാറില്ല. അതൊക്കെ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക കേട്ടോ. സോ ദേ ഷുഡ് നോട്ട് ബി അഡ്മിനിസ്റ്റർഡ് വിത്ത് മിൽക്ക് ആൻഡ് ആൻറ്റാസിഡ്സ്. ബോഡി ടിഷ്യൂസിലും CSFലും വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ടെട്രാസൈക്ലിൻ. അഡ്വേഴ്സ് റിയാക്ഷൻസ് എന്തൊക്കെയാണ്? ഇൻടോളറൻസ്. അപ്പം ഇൻടോളറൻസ് വരുമ്പോൾ സ്കിൻ റാഷും ഫോട്ടോ സെൻസിറ്റിവിറ്റി ഒക്കെ ഉണ്ടാകും. GI ഡിസ്റ്റർബൻസ്, നോസിയ, വോമിറ്റിംഗ്, ഡയറിയ. ലിവർ ഡാമേജ്, ജോണ്ടിസ്, ഫാറ്റി ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാം. റീനൽ ഡിസ്റ്റർബൻസ്, പ്രോട്ടീനൂറിയ, ആൽബി ആസിഡൂറിയ, ഗ്ലൈക്കോസൂറിയ, ഇതിനെയൊക്കെ റീനൽ ഡിസ്റ്റർബൻസ് എന്ന കാറ്റഗറിയിൽ വിളിക്കാം. ഈ റീനൽ ഡിസ്റ്റർബൻസ് ഗ്ലൈക്കോസൂറിയക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാൻകോണി ലൈക്ക് സിംറ്റംസ്. എന്താണ്? ഫാൻകോണി ലൈക്ക് സിംറ്റംസ്. ഡെന്റൽ ഇഫക്റ്റ് എന്താണ്? യെല്ലോ സ്റ്റെയിനിങ് ഓഫ് ടീത്ത്. കാരണം കാൽസ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം പോയിട്ട് ഇവൻ ഡെപ്പോസിറ്റ് ചെയ്യും. ദെൻ ബോൺ ചേഞ്ചസ്, അതെന്തുകൊണ്ടാ? ലീനിയർ ഗ്രോത്ത് ഉണ്ടാവും. ഡിക്രീസ് ഇൻ ലീനിയർ ഗ്രോത്ത്. ദിസ് ഈസ് ഡ്യൂ ടു കാൽസ്യം. ഓൾറെഡിയൊക്കെ ടെട്രാസൈക്ലിൻ പോയിട്ട് ബൈൻഡ് ചെയ്യും. Superficial അല്ലെങ്കിൽ deficiency of vitamin K, thereby inhibition of intestinal microflora. Next is capsules of tetracycline, chlortetracycline, oxytetracyclines 1 to 2 gram 3 to 4 divided dose ആയിട്ട് കഴിക്കേണ്ടതാണ് ആവശ്യം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇഞ്ചക്ഷൻ ഓഫ് ഓക്സിടെട്രാസൈക്ലിൻ 100 mg 6 to 8 hours കൊടുക്കുക. ഒഫ്താൽമിക് ഓയിൽമെന്റ്സ് അല്ലെങ്കിൽ ഐ ഡ്രോപ്പ് ഓഫ് ടെട്രാസൈക്ലിൻ. നെക്സ്റ്റ് ഈസ് തെറാപ്യൂട്ടിക് യൂസ്. റിക്കറ്റ്സിയയ്ക്ക്, ക്ലമിഡിയ, ബാസിലറി, മേ ബി ഡിസെൻട്രി, വെനീറൽ ഡിസീസ് ആയിട്ടുള്ള ഗൊണോറിയയ്ക്കും സിഫിലിസിനും വരെ നമുക്ക് എന്ത് കൊടുക്കും? ടെട്രാസൈക്ലിൻ. സോ ഡൈമീഥൈൽ ക്ലോർടെട്രാസൈക്ലിൻ, മെത്താസൈക്ലിൻ, ലൈമെക്ലിൻ, ഡോക്സിസൈക്ലിൻ, ഇത്രയും എക്സാമ്പിൾസ് ആണ്. Better absorption from GI tract, higher and sustained blood vessel, long duration. അടുത്താണ് ക്ലോറാംഫെനിക്കോൾ. ക്ലോറാംഫെനിക്കോൾ എന്താ? ബ്രോഡ് സ്പെക്ട്രം ആണ്. സ്ട്രെപ്റ്റോമൈസസ് വെനൂസിലിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഒരു നൈട്രോബെൻസീൻ ഡെറിവേറ്റീവ് ആണ്. So it is closely related to antibacterial spectrum. So gram positive അല്ലെങ്കിൽ gram negative organismനോട് അത് ഈക്വലി ഇഫക്റ്റീവ് ആണ്. നെക്സ്റ്റ് ഈസ് സാൽമണella ടൈഫോയിഡ്, H ഇൻഫ്ലുവൻസ, H പെർട്ടൂസിസ് ഒക്കെ അതിന്
example susceptible ആയിട്ടുള്ള organisms ആണ് Rickettsia chlamydia. So it is bacteriostatic. Okay, ബാക്കി എല്ലാം 30th subunit ആ. ക്ലോറാംഫെനിക്കോൾ ഏതാണ്? ക്ലോറാംഫെനിക്കോൾ ഏത് സബ്യൂണിറ്റിനോടാ ബൈൻഡ് ചെയ്യുന്നേ? ഒന്ന് പറഞ്ഞേ. 50s കേട്ടോ. 50s സബ്യൂണിറ്റിനോടാണ് നമ്മുടെ ക്ലോറാംഫെനിക്കോൾ ബൈൻഡ് ചെയ്യുന്നത്. ഈ ടെട്രാസൈക്ലിൻ, ക്ലോറാംഫെനിക്കോൾ ഇവന്മാരെല്ലാരും എന്താണ്? ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. ഓക്കെ, then pharmacokinetics പറയാം. They are completely absorbed from GI, uniformly distributed through the body fluid. Penetration of CSF is very high. It will crosses placental barrier and also secreted in milk. It is metabolized in liver by conjugation with the glucuronic acid. Glucuronide formed is rapidly excreted through the urine. Okay, intolerance അതായത് സ്കിൻ റാഷ്, ഡ്രഗ്, ആൻജിയോ ന്യൂറൈറ്റിക് എഡീമ ഉണ്ടാകും, ബോൺ മാരോ ഡിപ്രഷൻ ഉണ്ടാകും. ഏറ്റവും പ്രധാനമായിട്ട് ക്ലോറാംഫെനിക്കോളിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് ഗ്രേ ബേബി സിൻഡ്രോം. എന്താണ്? ഗ്രേ ബേബി സിൻഡ്രോം. അത് ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. മിസലേനിയസ് ഇഫക്റ്റ് ആണ് ഹെഡേക്ക്, ഡിപ്രഷൻ, മെന്റൽ കൺഫ്യൂഷൻ ആൻഡ് പെരിഫറൽ ന്യൂറൈറ്റിസ്. ഓക്കെ, ക്ലോറാംഫെനിക്കോൾ ക്യാപ്സ്യൂൾസ് 1 to 3 mg ഡെയിലി ഡിവൈഡഡ് ഡോസിൽ കൊടുക്കാം. ക്ലോറാംഫെനിക്കോൾ പാൽമിറ്റേറ്റ് ഓറൽ സസ്പെൻഷൻ പീഡിയാട്രിക്കിൽ കൊടുക്കാം. ക്ലോറാംഫെനിക്കോൾ മോണോസ്റ്റിറൈഡ് ഗ്ലൈക്കോലൈഡ് ഡ്രൈ സിറപ്പ് ആയിട്ടാണ് കിട്ടുക. ദെൻ പേരൻട്രൽ യൂസ് നമ്മൾ കൊടുക്കുന്ന ഏതാ? ക്ലോറാംഫെനിക്കോൾ സോഡിയം സക്സിനേറ്റ്. ക്ലോറാംഫെനിക്കോൾ ഒഫ്താൽമിക് ഓയിൽമെന്റും ഉണ്ട്. ടൈഫോയിഡിന്, ഇൻഫ്ലുവൻസ, മെനിഞ്ചൈറ്റിസ്, പ്ലാഗ്, ട്രക്കോമ, വൂപ്പിംഗ് കഫ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഇവരെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ ഇത്രയുമാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത്. സോ സ്ട്രെപ്റ്റോമൈസിൻ, അമിനോഗ്ലൈക്കോസൈഡ് കാറ്റഗറി പറയുമ്പോൾ 30 സബ് യൂണിറ്റ് ആലോചിക്കുക. നാച്ചുറലും ഉണ്ട്, സ്ട്രെപ്റ്റോമൈസിന് ഡിറൈവ് ചെയ്യുന്നുണ്ട്, മൈക്രോ മോണോസ്പോറിന് ഡിറൈവ് ചെയ്യുന്നുണ്ട്, സെമി സിന്തറ്റിക് ആയിട്ടുണ്ട്. ഓക്കെ, പേരൻട്രലി ആണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. ഓട്ടോടോക്സിറ്റി ഡ്യൂ ഡാമേജ് ടു ദ 8th നെർവ്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ക്ലോറാംഫെനിക്കോൾ, കോളിസ്റ്റീൻ, വാൻകോമൈസിൻ, ഓക്കെ, ടെട്രാസൈക്ലിൻ. ഇതിന്റെ അകത്ത് ക്ലോറാംഫെനിക്കോൾ മാത്രമാണ് 50 സബ് യൂണിറ്റിൽ കയറുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ആന്റിബയോട്ടിക് കാറ്റഗറിയിൽ ഉള്ളത്. ഇനി നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത്